എറണാകുളത്ത് കിടപ്പ് രോഗിയെ വഴിയിൽ ഉപേക്ഷിച്ചതായി പരാതി. മതിലകം സ്വദേശി ഷംസുദ്ദീനെ ബന്ധുക്കൾ ഉപേക്ഷിച്ചെന്നാണ് പരാതി. നോർത്ത് പാലത്തിനടിയിലെ റോഡരികിലാണ് ഷംസുദ്ദീനെ കണ്ടത്. നാട്ടുകാർ വിവരം അറിയിച്ചതോടെ പോലീസ് സ്ഥലത്തെത്തി സ്റ്റേഷനിലേക്ക് മാറ്റി. പരാതിയിൽ അന്വേഷണം നടത്തുമെന്നും ഷംസുദ്ദീനെ കൂവപ്പടിയിലെ അഭയകേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും പോലീസ് അറിയിച്ചു. ഇന്നലെ രാവിലെ രണ്ടേട്ടനും മാമാടെ മകനും കൂടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ കിടന്ന് മരിച്ചു പോകില്ല, നീ ഇവിടെ കിടന്ന് എവിടെയെങ്കിലും നീ ചാവണമില്ലല്ലോ, എനിക്കിവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ഇവർ ഭക്ഷണവും തരണം, അവർ മുടക്കണ്. ഇവർ എന്തിനാണ് ഞാൻ ഇവരൊന്നും ദ്രോഹിച്ചിട്ടില്ലല്ലോ ഏട്ടന്മാരെന്ന് പറഞ്ഞിട്ട്. പയ്യെ അവസ്മാരത്തിൻ്റെ അസുഖം വരിക, അങ്ങനെ തലയിൽ ഓപ്പറേഷൻ കഴിയും, തലടിച്ച് വീണ് തല പൊളിഞ്ഞത്, തലച്ചോറ് പുറത്തേടി. പോലീസുകാരെ തന്നെ നമ്മളെ രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അവിടെ കിടന്ന് എനിക്ക് അസുഖം വന്നു. ഞാൻ അവിടെ അടുത്ത് മാമാടെ പീഡിയറാത്ത കിടന്നിരുന്നത് മുതലത്. അപ്പം എനിക്ക് അസുഖം വന്നപ്പോൾ നാട്ടുകാർ കൂടിയിട്ട് ഏട്ടന്മാരോട് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നു എവിടെയും കിടന്ന് ചാവട്ടെ എന്ന്. എന്നെ കൊണ്ടുവന്ന് അവിടെ ആക്കിയെന്നാണ് പറയുന്നത്. അതെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കൂവപ്പടിയിലുള്ള അഭയഭവനിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ആംബുലൻസ് ഇപ്പോൾ എത്തും, അദ്ദേഹത്തിനെ അങ്ങോട്ട് മാറ്റുന്നുണ്ട്. അദ്ദേഹത്തിന് കുറച്ചൊരു ശാരീരിക അവശത കൂടിയുണ്ട്. അതെല്ലാം അവിടെ നിന്ന് ആവശ്യമാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ഈ സഹോദരന്മാർ ഉപേക്ഷിച്ചതായി പറയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ച് വരികയാണ്. തിരിച്ചു കൊണ്ടുപോകാൻ തയ്യാറാണോ അവർ അതിനെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അതേതായാലും അവരെ കൂടി വിളിച്ച് വരുത്തുന്നുണ്ട് അടുത്ത ദിവസം. അവർ വന്നതിന് ശേഷം തുടർന്ന് ഇയാളെ എവിടെ നിന്നും മാറ്റാൻ കഴിയുമോ, അവർ കൊണ്ടുപോകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കും. സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരും. സിജോ, എന്താണ് ഉണ്ടായത്? ആരാണ് ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചത്? ജിൽസി, നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് ഈ ഷംസുദ്ദീൻ്റെ വാക്കുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഷംസുദ്ദീൻ പറയുന്നത് ഇപ്രകാരമാണ്. താൻ ആദ്യ ഭാര്യ മരിച്ചതിനെ തുടർന്ന് രണ്ടാമതൊരു വിവാഹം കഴിച്ച് കണ്ണൂരിലായിരുന്നു കഴിഞ്ഞിരുന്നത്. അതിനിടയിൽ ഈ മതിലകത്തെ വീട്ടിലേക്ക് എത്തിയിരുന്നു. പക്ഷേ വീട്ടിൽ കഴിയാൻ ഈ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ സമ്മതിച്ചില്ല. തുടർന്ന് അവർ തന്നെ ഈ നോർത്ത് പാലത്തിന് സമീപത്തേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ രാവിലെയാണ് ഇങ്ങനെ ഇവിടെ ഉപേക്ഷിച്ചതായി ഷംസുദ്ദീൻ പറയുന്നത്. പിന്നാലെ ഈ പ്രദേശത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഒപ്പം തന്നെ നാട്ടുകാർ, ഇവരെല്ലാം ഇത്തരത്തിലൊരു സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി ഇവിടെ റോഡരികിൽ കഴിയുന്നത് കണ്ട് ഈ നോർത്ത് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീടാണ് പോലീസ് സ്ഥലത്തെത്തി ഈ സ്റ്റേഷനിലേക്ക് ഷംസുദ്ദീനെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത്. തുടർന്ന് ഈ ബന്ധുക്കളെ പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ ഷംസുദ്ദീൻ പറയുന്നതിന് പരസ്പരം വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുള്ള ഒരു ശ്രമമായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് ആദ്യമായി ഉണ്ടാവുക. പ്രാഥമികമായി ഷംസുദ്ദീനെ കൂവപ്പടിയിലുള്ള അഭയകേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനം പോലീസ് എടുത്തിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള ചികിത്സ അല്ലെങ്കിൽ മറ്റനിവാര്യമായ മറ്റെന്താവശ്യമാണോ ഉള്ളത് അത് നടത്തുക എന്നുള്ള കാര്യത്തിനായിരിക്കും മുൻതൂക്കം നൽകുക. അതിനുശേഷമായിരിക്കും ബന്ധുക്കളെ കൂടി ഈ സ്ഥലത്തേക്ക് എത്താൻ അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ആരാഞ്ഞ ശേഷമായിരിക്കും മറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുക. ജിൽസി, സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകിയത്.